അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് വണ്ടി കയറിയപ്പോൾ ED മാമന്മാരുടെ മനസ്സിൽ 1000 ലഡു ഉണ്ടായിരുന്നു. കേരളത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പിന്നെ സർക്കാരിനെതിരെയും പൊട്ടിക്കാനായിട്ടായിരുന്നു ഇത് കരുതി വെച്ചിരുന്നത്. പക്ഷെ വന്നവർ അതേ സ്പീഡിൽ 2 കിലോമീറ്റർ കൂടെ കൂടുതൽ സഞ്ചരിച്ചു എന്നാ കേട്ടത്. ED വന്നാൽ ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ മലയും മറിച്ചിട്ട് സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യുമെന്നായിരുന്നു BJP-കാരുടെയും കോൺഗ്രസുകാരുടെയും ധാരണ. എന്നാൽ ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, തലയിൽ മുണ്ടിട്ട് കണ്ടം വഴി ഓടേണ്ട അവസ്ഥയായി ED മാമന്മാർക്ക്. രാജ്യത്താകമാനം പ്രതിപക്ഷത്തെ വേട്ടയാടാൻ കേന്ദ്രം രംഗത്തിറക്കിയ ED കേരളത്തിൽ ചൂണ്ടയിട്ടിട്ട് ഏറെക്കാലമായിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് കുരുക്ക് മുറുക്കാൻ രംഗത്തിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പക്ഷേ നിരാശയായിരുന്നു ഫലം. കാരണം നേരിന്റെ വഴിയിലാണ് കേരളം കേന്ദ്രത്തെ കടന്നാക്രമികളെ ചെറുത്തു നിൽക്കുന്നത്. നിരാശയായിട്ടും ഇവർ വൈരാഗ്യ ബുദ്ധി കൈവിടാതെ കിഫ്ബിയെയും നേതാക്കളുടെ കുടുംബാംഗങ്ങളെയും കുരുക്കാനാകുമോ എന്നാണ് ഇപ്പോഴും ED ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം വൻ കള്ളപ്പണ ഇടപാട് നടത്തിയ BJP നേതാക്കളെ തൊടാതെ അധികാര വിധേയത്വം കാണിക്കാനും ഏജൻസികൾക്ക് യാതൊരുവിധ മടിയുമില്ല. നയതന്ത്ര പാഴ്സലിൽ സ്വർണ്ണക്കടത്ത് നടത്തിയ കുറ്റവാളികളെ കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയെന്ന് കേരളം ആവശ്യപ്പെട്ടപ്പോൾ EDയും CBIയും കുറ്റവാളികളെ കണ്ടെത്താനല്ല ശ്രമിച്ചതും. BJP നേതാക്കളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തിരിച്ചുവിടാനായിരുന്നു തിടുക്കം കാട്ടിയതും. നിരവധി ഇല്ലാക്കഥകൾ മാധ്യമങ്ങളിലൂടെ പൊലിപ്പിച്ചു കാണിച്ചു. മന്ത്രിയായിരുന്ന KT ജലീലിനെയും മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണനെയും ചേർത്ത് അപസർഗ കഥകൾ പ്രചരിപ്പിച്ചു. BJPയുടെ കൂടാരത്തിലെത്തിയ സ്വർണ്ണക്കടത്തുകാരിക്ക് ഇതിന്റെ മറവിൽ എല്ലാ സുരക്ഷയും ഒരുക്കാനും കേന്ദ്ര ഏജൻസികൾ മത്സരിക്കുകയായിരുന്നു. ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരിയിൽ നിർമ്മാണത്തിലിരുന്ന ഫ്ളാറ്റ് സമുച്ചയവും കേന്ദ്ര ഏജൻസികളുടെ വരവോടെ നിലച്ചു. കോൺഗ്രസ് MLA അനിൽ അക്കരെയാണ് ഇതിനായി ചരട് വലിച്ചതെല്ലാം. പാവപ്പെട്ട മനുഷ്യരുടെ വീടെന്ന സ്വപ്നം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലോടെ പാതി വഴിയിലായി. കേരളം സ്വപ്നം കണ്ട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്ന കിഫ്ബിക്ക് നേരെയും ചാടി വീണു. BJPയും കോൺഗ്രസും ഒരുമിച്ചായിരുന്നു തിരക്കഥയൊക്കെ ചമച്ചത്. മസാല ബോണ്ടിന്റെ പേരിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ വേട്ടയാടാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. കരുവന്നൂർ ബാങ്കിൽ ഒരു വിഭാഗം നടത്തിയ തട്ടിപ്പ് അന്വേഷിക്കാനാണ് ED വന്നത്. എന്നാൽ അന്വേഷണത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പതിവ് പോലെ CPIM നേതാക്കളെ ലക്ഷ്യം വെക്കാനും തുടങ്ങി. മുൻ മന്ത്രി AC മൊയ്തീനെയും MK കണ്ണനെയും കുരുക്കാനായിരുന്നു ശ്രമം നടത്തിയത്. LDF കൺവീനർ EP ജയരാജന്റെ പേര് വലിച്ചിഴയ്ക്കാനും ശ്രമമുണ്ടായിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന്റെ ആരോപണ വിധേയനായ കൊടകര കുഴൽപ്പണ കേസിൽ പ്രാഥമിക അന്വേഷണം പോലും നാളിതുവരെ നടത്തിയിട്ടില്ല. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കേസെടുക്കാൻ അധികാരമുള്ള അന്വേഷണ ഏജൻസിക്ക് യജമാന ഭക്തി മൂത്ത് ഇക്കൂട്ടരെ തൊടാൻ പേടിയാണ്. സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ തട്ടിപ്പ് നടന്ന BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം BSNL എഞ്ചിനീയർ സഹകരണ സംഘത്തിലേക്കുള്ള വഴിയിലും ED ഇല്ല. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.